ഹലോ മങ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ടെലഗ്രാം ചാനലിലെ QR കോഡ് ആൻഡ് ലിങ്ക്. അപ്പോൾ ഇതുവരെ ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഇതിലാണ് നമ്മുടെ എല്ലാ ഇൻഫർമേഷനും ഞാൻ എൻ്റെ പേഴ്സണലി അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ മെയിൻ വീഡിയോയോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ 15-ാം തീയതി നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു അപ്ഡേറ്റ് ഇട്ടിരുന്നു. 17-ാം തീയതി ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൊജക്റ്റ് റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്താണ്? ടെലഗ്രാമിൽ നമ്മൾ ഇതുവരെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടാപ്പിംഗ് ഗെയിം പോലത്തെ ഒരു ഗെയിം റിലീസ് ചെയ്യാൻ പോവുകയാണ്. സോ ആ പ്രൊജക്റ്റിൻ്റെ പേര് പോലെ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ടായില്ല. കുറേ പേര് എനിക്ക് DM വന്നിട്ട് ഇതാണോ ഗെയിം അതാണോ ഗെയിം എന്ന് ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരാരും ഗസ് കറക്റ്റായില്ല. സോ എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ആരെങ്കിലും ഈ ഒരു പ്രോജക്റ്റിനെ വെച്ച് ഹിൻറ്റ് തന്നിരുന്നു. കാരണം ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ ഏർലി സ്റ്റേജസ് തൊട്ടേ ഞാൻ ഈ പ്രോജക്റ്റിനെ ഫോളോ ചെയ്യുന്നതാണ്. ഓൾറെഡി ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കോയിൻസ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രോജക്റ്റിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എന്താണ് ഞാൻ ഇത്ര ഹൈപ്പ് കൊടുക്കുന്നതിനുള്ള കാരണമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഈ പ്രൊജക്റ്റ് എന്താണെന്ന് നോക്കാം. ഈ പ്രൊജക്റ്റിൻ്റെ പേരാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണത്. ബീർ. യെസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിൻ്റെ പേരാണ് ബീർ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ബീർ എന്ന് പറയുന്നത് ലിക്വിഡ് ഗോൾഡാണ്. കാരണം ബീറിൻ്റെ കളർ എന്നിട്ട് ഗോൾഡൻ കളർ, അതുകൊണ്ട് ലിക്വിഡ് ഗോൾഡാണ്. അതുപോലെ തന്നെ പണ്ട് ബീർ ഒരു ജസ്റ്റ് ഒരു കറൻസി മാത്രമല്ല, അതെന്താണ് ഒരു കോയിൻ മാത്രമല്ല, അതെന്താണ് ഒരു യൂണിവേഴ്സൽ കറൻസി കൂടിയാണ്. എൻജോയ്മെൻറ്റിനും ബ്രിങ്ങിങ് പീപ്പിൾ ടുഗദർ റിഗാർഡ്ലെസ്, അങ്ങനെ ഒരുപാട് കാര്യത്തിന് എന്താ പറയുന്നത്, അവരിതൊരു കറൻസി പോലെ ആക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുകയാണ്. സോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50% മാത്രമാണ് ഈ ഒരു കോയിൻ്റെ ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റീസ് നടന്നിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക, റോഡ് മാപ്പ്. അപ്പോൾ നമ്മളിതിൻ്റെ റോഡ് മാപ്പ് എനിക്കിതിൽ കാണിക്കാനായിട്ട്, ഇതിൻ്റെ സ്ക്രീൻ വലുതായ കാരണം എനിക്ക് റോഡ് മാപ്പ് കാണിക്കാനായിട്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറയാം, ഇവർ ഓൾറെഡി ഈ കോയിൻ എന്തുകൊണ്ട് ഞാൻ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കോയിൻ ഓൾറെഡി ഒട്ടുമിക്ക സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് ലിസ്റ്റ് ചെയ്യുക? ആ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ ആളുകൾക്ക് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന രീതിയിൽ ഈ കോയിൻ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കളിച്ചുണ്ടാക്കാൻ പോകുന്ന ഗെയിം എയർ ഡ്രോപ്പിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. കാരണം ഓൾറെഡി ഇതിൽ എന്താണ് 100% ഉറപ്പാണ് നമുക്ക് ഈ കോയിൻ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കിട്ടുന്നത്. 100% ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഉറപ്പ്? ഈ കോയിൻ ഇങ്ങനെ ഒരു വിശ്വസ്തത ഇല്ലാത്ത കോയിനാണെങ്കിൽ ഈ നമ്മൾ ഇനി കാണാൻ പോകുന്ന ഇത്രയധികം സെക്സിൽ നമുക്ക് കാണുമോ? എന്താണ് സെക്സ്? സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ, അതായത് ക്രിപ്റ്റോ കറൻസി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്ചേഞ്ചുകൾ, അവർ നമ്മൾ എന്ത് ചെയ്യും? വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ കാണുന്ന എക്സ്ചേഞ്ചുകൾ നിങ്ങൾക്ക് ഒട്ടുമിക്ക എക്സ്ചേഞ്ചുകൾ കേട്ടിട്ടുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതായിരിക്കും ബൈബിറ്റിലടക്കം ഈ കോയിൻ ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഈ കോയിൻ ഇത്രയധികം ഹോൾഡ് ചെയ്ത് വെച്ച്. ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ, ഞാൻ അത്യാവശ്യം നല്ല പ്രൊജക്റ്റുകളാണ് നമ്മുടെ ടെലഗ്രാമിൽ ഇടാറുള്ളൂ. അതിലേതെങ്കിലും പ്രൊജക്റ്റുകളുടെ മൂവ്മെൻറ്റ് പാളി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ ലൈവിലാണെന്നുണ്ടായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലൈവിൽ വന്നിട്ടായാലും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോയിൻസിന് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് ഈ കോയിൻ റിലീസ് ചെയ്യുന്നു. 100% നിങ്ങളുടെ കൊടുത്തോളൂ. 100% നിങ്ങളുടെ വിശ്വസ്തതയും നിങ്ങളുടെ ടൈമും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും റിട്ടേൺ കിട്ടിയിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഈ കോയിൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയാണ്? ഞാൻ ഓൾറെഡി മെക്സിസ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ ഞാൻ ഈ കോയിൻ ഏകദേശം, നിങ്ങൾക്ക് ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവുന്നില്ല, ഇതിൻ്റെ പറയുന്ന പേരാണ് ക്യാൻഡിൽസ്റ്റിക് ഗ്രാഫ്. ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ കോയിൻ, അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് 4 hour ഗ്രാഫാണ്, ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിയപ്പോഴേക്കും കോയിൻ മെക്സിൽ റിലീസ് ചെയ്തതിന് ശേഷം ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഡെക്സിലും ഫാൻറ്റം വാലറ്റിലും ഞാൻ ഓൾറെഡി ഈ കോയിൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആകെ എനിക്കിപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ $1 57 ആണ്. അതായത് ഞാൻ ആകെ $25 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ 6% ഇതാണ് ഇൻക്രീസ്. അപ്പോൾ നിങ്ങൾ പറയും, 6% അല്ലോ ഇൻക്രീസോ, ഇതിപ്പോൾ ഇത്ര വലിയ കാര്യമാണോ? ഓക്കെ, ഞാനൊരു കാര്യം കൂടെ വെച്ചുതരാം. ഈ ഗ്രാഫ് കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ എത്ര വരെ പൊന്തിപ്പോയി. അതായത് എൻ്റെ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് $65 വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിൽക്കാതെ, ഞാൻ ഹോൾഡ് ചെയ്യാൻ വെച്ചിരുന്നത്. ഞാൻ ഒരു സ്പോട്ട് ട്രേഡിങ്ങിനായിട്ട് നോക്കാൻ എനിക്ക് സമയം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഹോൾഡിങ് മാത്രമുള്ള ഉദ്ദേശം മാത്രമാണ്. ഞാനിത് ഇപ്പോഴും ഹോൾഡ് ചെയ്യാണ്. ഇനി ഇത് താഴെ പോയാലും ഞാനിതിനെ പേടിക്കാൻ നിൽക്കുന്നില്ല. കാരണം ഇപ്പോഴുള്ള ഈ ഡംപ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ മാർക്കറ്റ് മൊത്തം ഡൗൺ ആണ്. ബിറ്റ് കോയിനും എല്ലാ കോയിനും ഡൗൺ ആണ്. സപ്പോർട്ടൊക്കെ പൊട്ടിച്ച് താഴെ പോയേക്കാണ്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് താഴെ പോയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇനിയും ബിറ്റ് കോയിൻ പൊന്നുമല്ലോ, അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യും, ഓൾട്ട് കോയിൻസും പൊന്താനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കോയിൻ ഹോൾഡ് ചെയ്യുകയാണ്. ഞാൻ ഇപ്പോൾ ഒന്നും വിൽക്കാൻ പോകില്ല, ചിലപ്പോൾ നഷ്ടത്തിലേക്ക് പോകാം. എന്നാലും ഞാൻ എന്ത് ചെയ്ത് ഹോൾഡ് ചെയ്യാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് മേടിക്കാൻ പറയുന്നില്ല. കാരണം ഇതുവരെ ക്രിപ്റ്റോ കറൻസി വാങ്ങുകയും മേടിക്കുകയും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇതിൽ പോയി ഒന്ന് മേടിക്കരുത്. മേടിക്കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ
കണ്ണി കണ്ട സാധനങ്ങളൊക്കെ പിടിച്ച് നെക്കി ചിലപ്പോൾ നിങ്ങളുടെ കോയിൻ തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ടാവും. സോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, പതിയെ 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 നമ്മുടെ ഈ ചാനലിലൂടെ പഠിപ്പിച്ച് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ബീറാണ്, അല്ല സോറി, നമ്മുടെ ഇത് മെക്സിയാണ്. അതുപോലെ കുക്കോയിൻ എടുത്തു കഴിഞ്ഞാൽ കുക്കോയിൻ എന്തുണ്ട്, എക്സ്ചേഞ്ച് നടക്കുന്നത് കാണാൻ പറ്റും. ബീർ ഓൾറെഡി എന്തുണ്ട്, ഇവിടെ ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ബൈബിറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മെയിനായിട്ട് നമുക്ക് നോക്കുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോക്കണോമിക്സ് നോക്കാം. എന്താണ് ടോക്കണോമിക്സ്? ഈ കോയിന് എത്ര സപ്ലൈ ഉണ്ട്, അതായത് ടോട്ടൽ ഈ കോയിൻ എത്രയുണ്ട്, ഈ ഒരു കോയിന് കൊണ്ട് ഇതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത്ര പെർസെൻറ്റേജ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഓരോ പെർസെൻറ്റേജ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരിപാടിയാണ് ടോക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോക്കണോമിക്സിൽ പോകാം. അപ്പോൾ ടോക്കണോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞിരുന്നത് എത്രയോ കോടി, എനിക്ക് തോന്നുന്നു 8,000 കോടി സംതിങ് ബീർ കോയിൻസ് ടോട്ടലായിട്ടുണ്ട് സപ്ലൈക്ക്. ഇത്രയും അധികം കോയിൻസ് സപ്ലൈ ഉണ്ട്. അതിൽ 33% പ്രീ സെയിലിൽ കൂടെ അവർ കൊടുത്തു. പ്രീ സെയിലിലൊക്കെ ചിലപ്പോൾ പ്രീ സെയിലൊക്കെ മേടിച്ചവർ വളരെ വില കുറവിനാണ് മേടിച്ചത്. കാരണം ഈ കോയിൻ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിലൊക്കെ എത്തുന്നേക്കാളും മുന്നേ പ്രീ സെയിൽ കഴിഞ്ഞു. ആ സമയത്ത് മേടിച്ചവർ ഇപ്പോൾ നല്ല പ്രോഫിറ്റാണ്. അത് ഒരു 20-30x പ്രോഫിറ്റിൽ കുറേ പേരിരിക്കുന്നത്. അതുപോലെ തന്നെ 33% ലിക്വിഡിറ്റിയും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ മാറ്റി വെച്ചിരുന്നു. ട്രഷറി മാർക്കറ്റിംഗിലേക്ക് 22% മാറ്റി വെച്ചിരിക്കുന്നു. 11% ഏർലി കോൺട്രിബ്യൂട്ടർ. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് 1% എയർ ഡ്രോപ്പ്. അതായത് ഈ എയർ ഡ്രോപ്പ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ടെലഗ്രാമിലെ ഈ ഒരു ടാപ്പിംഗ് ഗെയിം വഴിയാണ് ഈ എയർ ഡ്രോപ്പ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആകെ മാറ്റി വെച്ചിരിക്കുന്നത് 1% മാത്രമേ ഉള്ളൂ. ബാക്കി ഇത്ര ശതമാനം എല്ലാവർക്കും മാറ്റി വെച്ചിട്ട് ആകെ 1% മാത്രമല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതായത് ഇത്രയും കോയിൻസിന് 1% മാത്രമല്ലേ ഇവർ ആകെ മാറ്റി വയ്ക്കുന്നുള്ളൂ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1% എത്രയാണെന്ന് നോക്കാം. ഞാൻ കാൽക്കുലേറ്റർ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ടോട്ടൽ കോയിൻ ഇൻറ്റു 0.01 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് അതിൻ്റെ 1% നമുക്ക് കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 888 കോടിയോളം കോയിൻസ് എയർ ഡ്രോപ്പിന് വേണ്ടി മാത്രമായി മാറ്റി വെച്ചിരിക്കുകയാണ്. 888 കോടിയോളം കോയിൻസ്. ഈ കോയിൻസിലേക്കാണ് ഇത്രയധികം പ്ലെയേഴ്സ് മത്സരപൂർവ്വം കളിച്ച് ടാപ്പ് ചെയ്ത് കളിച്ച് അക്വയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1% എന്ന് പറഞ്ഞാൽ കുറവാണോ? അല്ല, 1% എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അത്യാവശ്യം നല്ല ലെവലുണ്ട് ഇതിൻ്റെ സപ്ലൈ നോക്കുമ്പോൾ. അപ്പോൾ അത്യാവശ്യം കോയിൻസ് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് സമ്മാനമായിട്ട്, അതായത് എയർ ഡ്രോപ്പായിട്ട് കിട്ടാൻ പോകുന്നുണ്ട്. ഒരു കാര്യം കൂടി, എയർ ഡ്രോപ്പ് ഇപ്പോഴും അറിയാത്തവരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക എന്താണ് എയർ ഡ്രോപ്പ്. ഇവരുടെ മാർക്കറ്റിങ്ങിന്, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൊജക്റ്റിലൂടെ അവരെ എക്സ് ഹാൻഡിൽ ഫോളോ ചെയ്യാൻ പറയും, അവരെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ പറയും, അവരുടെ ടെലഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ പറയും. അങ്ങനെ അവരുടേതായ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവർക്ക് ഫോളോയും കൊടുക്കും. അവരെ ചിലപ്പോൾ പോസ്റ്റുകൾ നമ്മൾ റീപോസ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ഓരോ ആക്ടിവിറ്റീസ് വരും. അതിനൊപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ കോയിനെ നമ്മൾ എന്ത് ചെയ്യും, റെഫർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണം. അപ്പോൾ ഈ വേർഡ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്പ്രെഡ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ കോയിൻ്റെ ഒരു വാല്യൂ കൂടുകയാണ്. ആൾക്കാർ കൂടുതൽ അറിയുന്നു, ഈ കോയിൻ മേടിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ കോയിൻ്റെ വാല്യൂ കൂടി പൊന്തിക്കൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ പതുക്കെ പൊന്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ അവർ റോഡ് മാപ്പിൽ ഒരു ഏറ്റവും അവസാനത്തെ ഒരു പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് ആയിട്ട് ടയർ 1 എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്യുക. ബിനാൻസിൽ ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ട് ബിനാൻസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വോളിയം വരും. അപ്പോൾ ടയർ 1 എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന ഏറ്റവും അവസാനം പറഞ്ഞത് ഇൻഫ്ലുവൻസേഴ്സ്. കാരണം ഇതൊരു ഇവൻറ്റ് കോയിനാണെന്ന് പറയുന്നത്, സോഷ്യൽ കറൻസിയിൽ പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ്, സപ്പോസ് വിചാരിക്കാം മിസ്റ്റർ ബീസ്റ്റ് അല്ലെങ്കിൽ ലോഗൻ പോൾ, അങ്ങനത്തെ വലിയ ഇൻഫ്ലുവൻസേഴ്സ്, യൂസിലുള്ള ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഈ പ്രൊജക്റ്റിനെ എന്താ പറയുക, മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ഗ്രോത്ത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത്രയധികം ഒരു ഇമ്പോർട്ടൻസ് ഈ പ്രൊജക്റ്റിനുണ്ട്. കാരണം ഈ ഒരു പേര് തന്നെ ഒരു യുണീക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്, കുറേ പേര് യൂസ് ചെയ്യുന്ന സാധനമാണ് ബീറുന്നത്. നമ്മുടെ ഇവിടെ കുറേ പേര് യൂസ് ചെയ്യുന്നില്ല എന്നെങ്കിലും നമ്മുടെ പുറം രാജ്യങ്ങളിലൊക്കെ, എബ്രോഡിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഡ്രിങ്ക് ചെയ്യുന്ന സാധനമാണ് ബീറുന്നത്. അപ്പോൾ ഈ സംഭവം വളരെയധികം സ്പ്രെഡ് ആവാനും വളരെയധികം വൈറൽ ആവാനുള്ള ചാൻസ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 60% ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഗെയിം നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ള ഗെയിം കളിക്കുന്ന പോലെ തന്നെ കളിക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട് ഇത് കളിച്ചാൽ ഇനി പൈസ കിട്ടില്ല എന്ന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. കാരണം ഓൾറെഡി നമ്മൾ എല്ലാ പ്രാവശ്യവും ഡിസ്കസ് ചെയ്യുന്ന ലൈവിലൊക്കെ വന്ന് പറയുന്നതാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ പറയുന്നില്ല. ഇപ്പോഴും ഇതിന് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. ഞാൻ തന്നെ ലൈവിൽ പോകുമ്പോൾ വെറുതെ എന്താ പറയുക, ലൈവ് പറയാതെ പോകടാ, പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പലരും ലൈവിൽ വരാറുണ്ട്. ഞാൻ എല്ലാ കമൻറ്റും വായിച്ചിടാറില്ല. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും ഇതൊന്നും പറയാറില്ല. കാരണം ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് അറിയാത്തത് കൊണ്ടാണ് ഞാനിങ്ങനൊരു ഓപ്പർച്യൂണിറ്റി, എനിക്ക് കുറേ യൂട്യൂബിൽ നിന്ന് കുറേ വരുമാനം കിട്ടുക, അല്ലെങ്കിൽ കുറേ ഫോളോവേഴ്സിന് കിട്ടുക, ഇതല്ല ഉദ്ദേശിക്കുന്നത്. ഈ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ സംഭവത്തിന് ഓൾറെഡി പല സ്കാമിലൂടെ
പലരും ഈ പേരിനെ തന്നെ കളങ്കപ്പെടുത്തി കളഞ്ഞു. ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞ പേരിനെ തന്നെ കളങ്കപ്പെടുത്തി കളഞ്ഞു. കാരണം പലതരം നാട്ടിൽ നടക്കുന്ന പല സ്കാമിന് ഇട്ട് കൊടുക്കുന്ന പേരെന്ന് പറയുന്നത് ഈ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഇങ്ങനെയുള്ള പേരുകളാണ് സ്കാമുകൾ നടക്കുന്നത്. അപ്പോൾ ആൾക്കാരുടെ മനസ്സിലും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലടക്കം എന്ത് വിചാരിക്കുക, ക്രിപ്റ്റോ കറൻസി ഈസ് എ സ്കാം. പക്ഷേ എന്താണെന്നറിയില്ല. അപ്പോൾ ഇതിനെല്ലാം പരിചയപ്പെടുത്താൻ കൂടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇതിൻ്റെ എന്തായാലും ബേസ് തൊട്ട് നമ്മൾ ക്ലാസ് തുടങ്ങും. എന്താണെന്ന് ഫുള്ള് പഠിപ്പിച്ചിട്ടായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് സൂൺ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയുമാണ് ഈ ബീർ എന്ന് പറഞ്ഞ കോയിനെ കുറിച്ചുള്ള പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാകാൻ വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ കോയിൻ ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിവിടെ റിലീസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഇവരുടെ കോയിൻ്റെ അല്ലെങ്കിൽ ടോക്കണിൻ്റെ ടെലഗ്രാം ഗെയിമിലേക്ക് കിടക്കും. അപ്പോൾ ഈ ടോക്കണിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറുക. ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോയിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും സമ്മാനങ്ങൾ അല്ലെങ്കിൽ പോയിൻറ്റ്സ് കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് ഈ കോയിൻ്റെ ഗെയിമിലേക്ക് കിടക്കാം. അപ്പോൾ ബീർ കോയിനെ വെച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഗെയിമിലേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാനലിൽ നമ്മുടെ ഗെയിമിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബീർ ടാപ്പിൻ്റെ ബോട്ട് ഓപ്പൺ ചെയ്യുക. ബീർ ടാപ്പ് ഓപ്പൺ ചെയ്ത് വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, വളരെ എളുപ്പമാണ്. ആകെ കുറച്ച് ഇൻ്റർഫേസ് ഉള്ളൂ. ഇതൊരു ഡെവലപ്മെൻറ്റ് ആൻഡ് ഏർലി സ്റ്റേജിലുള്ള പ്രൊജക്റ്റ് ആയാലും പതുക്കെയാണ് ചിലപ്പോൾ ഓരോ ഓപ്ഷൻസ് വരികയുള്ളൂ. എല്ലാ ഗെയിമിലും ഇതുപോലെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് എന്താണ്, പ്ലേ ഗെയിം ഉണ്ട്, ഇൻവിറ്റേഷൻ ഉണ്ട്, റേറ്റിംഗ് ഉണ്ട്. ഇൻവിറ്റേഷൻ ആൻഡ് റേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാക്കുക. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ റാങ്കിൽ നമ്മുടെ റേറ്റിംഗ് എത്രയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻവിറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ 6500 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റേറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഞാനിപ്പോൾ എന്തോ ഭാഗ്യത്തിന് 1-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അത് മാറാം, കാരണം ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കളിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് അറിയുമ്പോൾ എൻ്റെ പൊസിഷനൊക്കെ പോകും. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ, എന്നേക്കാളും ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ വരും, നല്ലോണം റെഫറൽ കിട്ടും, അങ്ങനെ ഇതെല്ലാം മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലേ ഗെയിം നിൽക്കാം. പ്ലേ ഗെയിം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. ഈ പൈപ്പിൽ എന്ത് ചെയ്യണം, ഈ പൈപ്പിൽ നിന്ന് വരുന്ന ബീർ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലാസ്സിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അതായത് സ്ക്രീനിൽ വേണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഉണ്ടല്ലോ താഴെ സ്പില്ലായി പോയി, താഴെ പോകരുത്. ഇപ്പോൾ നമ്മളിങ്ങനെ നെക്കി പിടിച്ചു, 2 പ്രാവശ്യം നെക്കുന്നു, പെട്ടെന്ന് അടയ്ക്കുന്നു, അവസാനം എത്തുമ്പോൾ ഒന്ന് സ്ലോ ആക്കുക, പോകരുത്. അങ്ങനെ ഫുള്ളാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റ് സ്പില്ലാവാതെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോയിന്റ് കിട്ടും. നല്ല പോയിന്റ് കിട്ടും. സ്പില്ലായിട്ടാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നിങ്ങളുടെ ഒരു പോയിന്റ് എന്നുള്ളത് കുറയും, 0.92. അപ്പോൾ ഈ അവസാനമൊക്കെ എത്താറാവുമ്പോൾ ഇച്ചിരി സ്ലോ ആക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പതുക്കെ കൊടുത്ത് ഫുള്ളാക്കുക. കണ്ടില്ലേ, 1+ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കളിച്ച് പോകേണ്ടത്. അപ്പോൾ ഇച്ചിരി ടൈം എടുക്കുന്ന ഗെയിമാണ്, പക്ഷേ നിങ്ങൾ മാക്സിമം ഇതെന്ത് ചെയ്യുക, കളിക്കാനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം വെച്ചാൽ ഇങ്ങനെ വെറുതെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ കയറുന്ന കണ്ടില്ലേ, 0.05 ഒക്കെയാണ് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പിൽ ചെയ്യാതെ കളിക്കാനായിട്ട് ശ്രമിക്കുക. പരമാവധി എന്ത് ചെയ്യുക, ഫുള്ളാക്കി പതുക്കെ ഇവിടെ എത്താറാവുമ്പോഴേക്കും എന്ത് ചെയ്യുക, നിങ്ങൾ പതുക്കെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയുള്ള ഗെയിം. അപ്പോൾ ഇത് ഇച്ചിരി ടഫാണെന്ന് അറിയാം, പക്ഷേ നിങ്ങൾ കളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത ബൈബിറ്റും മെക്സി അങ്ങനെ ഒരുപാട് എക്സ്ചേഞ്ചിൽ നമ്മൾ കണ്ടു ലിസ്റ്റ് ചെയ്ത ഗെയിം ആയതുകൊണ്ട് എന്ത് ചെയ്യണ്, ഈ സംഭവം ഗെയിം കളിച്ചുണ്ടാക്കുന്ന പോയിൻറ്റ്സ് ഇതിനെന്ത് ചെയ്യും, കോയിൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. നല്ല ചാൻസ് അല്ല, 100% ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് കളിക്കുക. മാക്സിമം ഒരു ദിവസം ഒരു 300 കപ്പെങ്കിലൊക്കെ നിറയ്ക്കാൻ നോക്കുക. 300-500 കപ്പ് എന്ത് ചെയ്യുക, നിറയ്ക്കാനായിട്ട് നോക്കുക. അത്ര നിറച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഗെയിമിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നത്, അവിടെ നിന്നെടുത്ത് കളിക്കാം. അപ്പോൾ ഇത് ഏർലി സ്റ്റേജ് ആണ്, നിങ്ങളെല്ലാവരും ഏർലിയാണ്. സോ അത്യാവശ്യം നല്ല രീതിയിൽ പോയിന്റ് അക്യുമുലേറ്റ് ചെയ്യാൻ നോക്കുക, നല്ല പോയിന്റ് ഉണ്ടാക്കുക, കോയിൻസ് പിൻവലിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ബൈ, താങ്ക് യു.